the execution of all captured prisoners of war, allowing negotiation. This is the voice In Australia, of Mr. Dog. We know that you can hear us, businessman. തൊണ്ണൂറുകളിൽ ജനിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ ആൻറ്റിന തിരിച്ച് നിങ്ങൾ ടി വി കണ്ടിട്ടുണ്ടാകും. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ആൻറ്റിന ഒന്ന് തിരിച്ചാൽ ചിലപ്പോൾ പണം കൊടുക്കാതെ പല ചാനലുകളും നമുക്ക് കാണാനും സാധിച്ചിരുന്നു. ഒന്ന് കാറ്റടിച്ചാൽ ചാനൽ മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇൻട്രപ്ഷൻ. കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലല്ല, സതേൺ ഇംഗ്ലണ്ടിൽ 1977 സതേൺ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് മറ്റൊരു സിഗ്നൽ ജാമായി. പിന്നീട് ഏതാണ്ട് ഒരു 6 മിനിറ്റോളം ആ പ്രദേശത്തുള്ള ആളുകൾ കേട്ടത് ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിരുന്നു. ആ സന്ദേശം വന്നത് മറ്റൊരു ഗാലക്സിക്ക് അപ്പുറത്തു. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. നവംബർ 26, 1977 സതേൺ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വിഷ്വൽ ഇൻറ്ററപ്റ്റഡായി. അതിൻ്റെ ഓഡിയോയ്ക്ക് മുകളിലൂടെ മറ്റൊരു ഓഡിയോ കേട്ടു തുടങ്ങി. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാം. Eternal settlement based on one man, one vote. But, he says, there are conditions. These include stopping the execution of all captured prisoners of war, allowing United States negotiation. This is the voice In Australia, of Mr. Dog. We know that you can hear us, businessman. You attacked our homeland from Mars, and you would pay a heavy price. Our next test of returning done will be to destroy the city of London. Do you hear, businessman? We will destroy the city of London. ആ സന്ദേശം അയച്ചയാൾ പറയുന്നു, അയാൾ സംസാരിക്കുന്നത് ഗാലക്സികൾക്കപ്പുറമുള്ള ആസ്ട്രൽ ഗാലാക്റ്റിക് കമാൻഡിൽ നിന്നുമാണ് എന്ന്. അദ്ദേഹം പറഞ്ഞ വിഷയത്തെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യരാശി ഇപ്പോൾ സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലാണ് എന്നും ആയുധങ്ങളെ, അതായത് മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ഭാവിയെക്കുറിച്ചുള്ള ബോധം വളർത്തിയെടുക്കണമെന്നുമാണ്. അന്നേ ദിവസം പ്രത്യേകിച്ച് തകരാറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ കൃത്യമായി തന്നെയായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടി തകരാറുകൾ ആരംഭിച്ചു. അന്നത്തെ പ്രോഗ്രാമിൻ്റെ ആങ്കറായിരുന്നു ആൻഡ്രൂ ഗാർഡനർ. അദ്ദേഹം അന്നത്തെ വാർത്താ തലക്കെട്ടുകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം പ്രോഗ്രാം യാതൊരുവിധ തകരാറുകളും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയി. പിന്നീടാണ് വിഷ്വലിലും ശേഷം ഓഡിയോയിലും ചില തകരാറുകൾ കണ്ടെത്തിയത്. അല്പസമയത്തിന് ശേഷം സന്ദേശം നടന്നുകൊണ്ടിരിക്കെ വിഷ്വൽ തിരിച്ചു വരികയും എന്നാൽ ഓഡിയോ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ടെക്നീഷ്യൻസ് പഠിച്ച പണി 18 നോക്കി എന്താണ് സംഭവിക്കുന്നത് എന്ന്, എവിടെ നിന്നാണ് ഈ സിഗ്നൽ വരുന്നത് എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. വാർത്തകൾക്ക് ശേഷം ലൂണി ട്യൂൺസിൻ്റെ ഒരു കാർട്ടൂൺ പ്രോഗ്രാമായിരുന്നു നടന്നിരുന്നത്. വിഷ്വലിൽ കാർട്ടൂൺ പ്രോഗ്രാം തുടങ്ങുമ്പോഴും ഓഡിയോയിൽ ഈ സന്ദേശം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സന്ദേശത്തിൽ സംസാരിച്ച വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് വ്രില്യൺ എന്നാണ്. ആസ്ട്രൽ ഗാലാക്റ്റിക് കമാൻഡിലെ ഒരു ശരീരം മാത്രമാണ് താൻ എന്നാണ് അയാൾ പരിചയപ്പെടുത്തിയത്. വ്രില്യൺ എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടത് എങ്കിലും ഇന്ന് ഗില്ലൻ എന്ന പേരിലും ആസ്ട്രോൺ എന്ന പേരിലും ഈ ഒരു കഥാപാത്രം അറിയപ്പെടുന്നുണ്ട്.
1977 ആദ്യമായി കേട്ട ഒരു പേരല്ലായിരുന്നു ആസ്റ്റർ ഗലാക്റ്റിക് കമാൻഡ്. 1952 മുതൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി പല ചർച്ചയിലും വന്നിട്ടുള്ള ഒരു പേരാണ് ആസ്റ്റർ ഗലാക്റ്റിക് കമാൻഡ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ഹോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ആയിരിക്കാം എന്നൊക്കെയാണ് പലരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഒരു വലിയ ശതമാനം ആളുകളും, ഈ ഒരു സന്ദേശം കേട്ട ഒരു വലിയ ശതമാനം ആളുകളും വിശ്വസിച്ചത് ആ ഒരു സന്ദേശത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികൾ തന്നെയാണ് എന്നാണ്. അതിന് കാരണം ആ ഒരു സന്ദേശത്തിൻ്റെ ഉള്ളടക്കവും. നമ്മുടേതായ ഭാഷയിൽ നമുക്കതിനെ ഒന്ന് വിവർത്തനം ചെയ്തു നോക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വ്രില്ലിൻ്റെ ശബ്ദമാണ്. ഞാൻ ആസ്റ്റർ ഗലാക്റ്റിക് കമാൻഡിനെ പ്രതിനിധാനം ചെയ്യുന്നു. കാലം കുറേയായി ആകാശത്ത് ഞങ്ങൾ ചില വെളിച്ചങ്ങൾ കാണുന്നു. നിങ്ങളുടെ പൂർവികരോടുള്ള സ്നേഹം കൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനും ബോധ്യപ്പെടുത്താനും. നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത തെറ്റായ ദിശയിലേക്കാണ്. നിങ്ങളുടെ ലക്ഷ്യം പരസ്പരം ഇല്ലാതാക്കി മുന്നേറുക എന്നതല്ല. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കണം. അതിന് മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഈ വഴി നിങ്ങളുടെ ഗ്രഹത്തെയും വംശത്തെയും തന്നെ ഇല്ലാതാക്കാനേ സഹായമാക്കും. നിങ്ങളിൽ പുതുതായി ഒരു മാറ്റം വരുത്താൻ ഓരോരുത്തരും തീരുമാനിക്കണം. ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെ പ്രപഞ്ചത്തിലെ പല ഭാഗങ്ങളിലുമുള്ള ഗ്രൂപ്പുകൾ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ പലരും ആ ലക്ഷ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോഴും പ്രാരംഭഘട്ടത്തിലെ പോലെ പരസ്പരം പോരടിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്നുമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിൽ തന്നെയുള്ള ചിലർ പ്രവാചകന്മാരായി ചമഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്നു. അത് നിങ്ങളിലെ ഊർജത്തെ മറ്റു ചിലതിലേക്ക് വഴിതിരിച്ചു വിടാൻ മാത്രമേ കാരണമാകൂ. പണം എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഊർജം പ്രപഞ്ചത്തിൽ യാതൊന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങാതെ നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ ഇവിടെയുണ്ട് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ട് കാണും. ഭൂരിപക്ഷം പേരും സംശയത്തിൻ്റെ കണ്ണോടെ മാത്രമേ ഇതിനെ കാണുന്നും ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളെപ്പോലെ പലരും പ്രപഞ്ചത്തിൻ്റെ പല കോണിൽ നിന്നും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സന്ദേശം സ്വീകരിച്ചതിന് നന്ദി. നിങ്ങളുടെ ലോകത്തു നിന്നും ഞങ്ങൾ വിട പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ സത്യത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആസ്റ്റർ ഗലാക്റ്റിക് കമാൻഡിൻ്റെ 6 മിനിറ്റ് നീളമുള്ള സന്ദേശത്തിൻ്റെ ഒരു രത്നചുരുക്കം മാത്രമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മറ്റേതോ പ്രോഗ്രാമിൻ്റെ ഓഡിയോ ജാമായി കയറിയതായിരിക്കാം ഇത് എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. എന്നാൽ സിഗ്നലുകളൊക്കെ നേരെയായപ്പോൾ ചാനൽ തന്നെ ഒരു അപ്പോളജി നൽകിയിരുന്നു. എ ബ്രേക്ക് ത്രൂ ഇൻ സൗണ്ട് എന്നായിരുന്നു അവർ നൽകിയ അപ്പോളജി. അതുകൊണ്ട് തന്നെ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി മാത്രമേ പലരും കണ്ടിരുന്നുള്ളൂ. പക്ഷേ രാത്രിയോടുകൂടി അവസ്ഥ മാറുകയായിരുന്നു. പല മാധ്യമങ്ങളും പല രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിട്ടു തുടങ്ങി. മിനിറ്റുകളോളം സദേൺ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് അന്യഗ്രഹ ജീവികൾ ഹൈജാക്ക് ചെയ്തു എന്നും സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടത്തിൻ്റെ ഒരു സൂചന മാത്രമാണിത് എന്നും, അന്യഗ്രഹ ജീവികൾ പേടകങ്ങളിലൂടെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് എന്നുവരെ വാർത്തകൾ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ ഭയത്തോടു കൂടിയായിരുന്നു അവർ മുന്നോട്ടേക്ക് പോയത്. ഓരോ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ പോകെ പോകെ അതൊരു തമാശയായി മാറി. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണിൽ നിന്നും വന്ന ഒരു സന്ദേശമായിരുന്നു അത്. അതോ ആരെങ്കിലും മനഃപൂർവ്വം ജാമാക്കിയ ഒരു സിഗ്നൽ? 40s എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഒരു സംഭവത്തിന് പിന്നിൽ സഞ്ചരിച്ചിരുന്നു. ആ കൂട്ടത്തിലെ ജോൺ റെപ്പോൺ എന്ന് പറയുന്ന വ്യക്തി അഭിപ്രായപ്പെടുന്നത് ഇതൊരു സിഗ്നൽ ജാം ആയിരിക്കാം എന്നാണ്. അതിനു പിന്നിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യന്. അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ജോൺ റെപ്പോൺ മനസ്സിലാക്കുന്നത് ഏത് സമയത്താണ് അയാൾ സിഗ്നൽ ജാം ചെയ്യാൻ തീരുമാനിച്ചത് എന്നതിലാണ്. അതായത് വാർത്തകൾ നടക്കുന്നതിനിടെ അടുത്ത പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പെയാണ് കൃത്യമായി സിഗ്നൽ ജാം ചെയ്യാൻ ആ വ്യക്തി തീരുമാനിക്കുന്നത്. അതേസമയം വാർത്തകൾക്ക് ശേഷം കാർട്ടൂൺ തുടങ്ങിയതിന് ശേഷമാണ് സിഗ്നൽ ജാം ആവുന്നത് എങ്കിൽ ഈ ഒരു സംഭവത്തെ കാർട്ടൂണിനിടയിലുള്ള ഒരു തമാശയായി മാത്രമേ ആളുകൾ കാണുമായിരുന്നുള്ളൂ. എന്നാൽ ഇത് വാർത്തകൾക്കിടയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അതിന് കൃത്യമായ ഗൗരവം ലഭിക്കുകയും ചെയ്തു. കാർട്ടൂൺ ഷോ നടക്കുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ മിക്കതും കൊച്ചുകുട്ടികൾ മാത്രമാവാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജാം ആരും അറിയാതെ പോയേനെ. ഇതിപ്പോൾ ആളുകളിലേക്ക് കൃത്യമായി എത്താനും ചർച്ചയാവാനും കാരണം കൃത്യസമയത്തെ ഇടപെടലാണെന്ന് ജോൺ പറയുന്നു. അതോടൊപ്പം അവർ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്.
ഇതിനു മുമ്പും അതിന് ശേഷവും പല രീതിയിലും ബ്രോഡ്കാസ്റ്റ് ജാമിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ ജാം ചെയ്തയാൾക്ക് ഒരു പ്രശസ്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടമോ നേടിയിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സന്ദേശത്തിന് പിന്നിൽ ഒരു മനുഷ്യനാണ് എന്ന സൂചന പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു ഗലാക്റ്റിക് കമാൻഡിൽ നിന്നും ഏതോ ഒരു അന്യഗ്രഹജീവി മനുഷ്യരറിയേണ്ട ചില കാര്യങ്ങൾ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ വേണ്ടി അയച്ച ഒരു സന്ദേശം എന്ന രീതിയിൽ മാത്രമേ ആ ഒരു സിഗ്നലിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും. അന്യഗ്രഹജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ വരുന്നു എന്ന ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു സൈക്കോ ആയിക്കൂടെ ഇതിന് പിന്നിൽ. അങ്ങനെയും ആളുകൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ഫോർട്ടീൻസ് പറയുന്നു അങ്ങനെ ആവാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല എന്ന്. കാരണം 6 മിനിറ്റ് നീളമുള്ള ആ വോയിസിൽ എവിടെയും ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്ക് പോലും കണ്ടെത്താൻ സാധിക്കില്ല. ആ സന്ദേശത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലോ ഉപദേശമോ ആയിരിക്കും. അതിന് പിന്നിലുള്ളത് ഒരു ഹ്യൂമൻ വോയിസ് ആണെങ്കിലും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ വോയിസ് ആണെങ്കിലും അവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: നമ്മെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ബ്രില്യൻ നമ്മെ ഭീഷണിപ്പെടുത്തുകയായിരുന്നില്ല, അതൊരു താക്കീതായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 40 വർഷമായി ആ താക്കീതിന് നമ്മൾ നൽകിയത് പുല്ലുവില മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ വംശത്തെയും നമ്മുടെ ഗ്രഹത്തെയും തന്നെയാണ്. നമ്മെ ഇല്ലാതാക്കുന്ന ആയുധങ്ങളെ ഉപേക്ഷിച്ച് സമാധാനത്തോടുകൂടി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ എന്ന് മാത്രമായിരുന്നു ബ്രില്യൻ്റെ സന്ദേശം. ഇനി ബ്രില്യൻ പ്രപഞ്ചത്തിലെ മറ്റേതോ കോണിൽ നിന്നും നമ്മെ തേടി വന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു എന്നൊന്ന് കരുതി നോക്കാം. കഴിഞ്ഞ 40 വർഷങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയായിരുന്നില്ല. പണത്തിനും അധികാരത്തിനും ആയുധത്തിനും വേണ്ടിയല്ലേ നമ്മൾ ജീവിച്ചത്? ബ്രില്യൻ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ കോണിലുമുള്ള ഗ്രൂപ്പുകൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ പരസ്പരം പോരടിച്ച് ഇല്ലാതാവുകയാണ്. കാത്തിരിക്കാം. ആകാശത്തിലെ വെളിച്ചങ്ങൾ നമ്മെ തേടി വരുന്നതും കാത്തിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ